പാലക്കാട് ജില്ലയിലെ തോൽവി പരിശോധിക്കാൻ CPM തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കും. MP രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, തോൽവിയെ തുടർന്ന് കടുത്ത പഠനത്തിലാണ് പാർട്ടി. പാലക്കാട് ജില്ലയിലെ തോൽവി പരിശോധിക്കാൻ എന്തായാലും CPM ഇപ്പോൾ റെഡിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഏതായാലും ഈ തോൽവി വ്യക്തമായ രീതിയിൽ പരിശോധിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ പാർട്ടി പരക്കുയർന്ന വിമർശനങ്ങളെയൊക്കെ നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന തരത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴേതായാലും പാർട്ടി നേതാക്കളുടെയും അതുപോലെ തന്നെ പാർട്ടിയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത്. അതിൽ ഈ പാർട്ടി നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉയരുന്നത്. പ്രധാനമായും പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് ഈ തൃത്താലയും അതുപോലെ തന്നെ കോങ്ങാടും ഒക്കെ CPMന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൽ പ്രധാനമായും ഈ കോങ്ങാട് മണ്ഡലം ആരംഭിച്ചതിന് ശേഷം ഈ ഇടത് കോട്ടയായിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലമാണ് ഇത്തവണ യു ഡി എഫിന് മണ്ഡലം എടുക്കാൻ സാധിച്ചത്. നിലവിലേതായാലും ഈ കോങ്ങാട് അതുപോലെ തന്നെ ചിറ്റൂര്, പാലക്കാട് മുതലായ മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കാൻ CPM തയ്യാറാകുകയാണ് എന്നുള്ളതാണ്. ഈ കോങ്ങാടും അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ MP രാജേഷ് മന്ത്രിയായിരുന്നു. മന്ത്രിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യമൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. മന്ത്രിക്ക് ഒരു തരത്തിൽ ധാർഷ്ട്യത്തോടുകൂടി ഈ ജനങ്ങളിലോട് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. ഈ കോങ്ങാട് അതുപോലെ തന്നെ തൃത്താല മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയതാണ് ഈ തോൽവിക്ക് പ്രധാനമായും തോൽവി ഉണ്ടാകാനുള്ളൊരു കാരണമെന്ന വിലയിരുത്തലിലാണ് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. ഏതായാലും നേതൃത്വം നിലവിലേതായാലും അവരുടെ ഈ തെറ്റുകൾ തിരിച്ചറിയുകയും അവർ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലെ അപാകതകൾ തിരിച്ചറിയുകയും അത് തിരുത്താനുള്ളൊരു ശ്രമത്തിലുമാണ് നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തോൽവിയുടെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടിയും നേതൃത്വവും. ശരി ആതിര, വിമർശനങ്ങൾക്കൊടുവിൽ പാലക്കാട് ജില്ലയിലെ തോൽവി പരിശോധിക്കാൻ CPM തയ്യാറെടുക്കുകയാണ്.